അക്ബർ പെട്ടു അല്ലെങ്കിൽ രേണുസുതി പെടുത്തി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഇന്നൊരു വുമൺ കാർഡ് എടുത്ത് രേണുസുതി ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ അതിനകത്ത് ഉണ്ട് സംഭവങ്ങൾ. പക്ഷേ ഈ വുമൺ കാർഡും കൂടെ രേണുസുതി ഉപയോഗിച്ചപ്പോൾ സുഖമായിട്ട് അക്ബറിനെ വീഴ്ത്താൻ രേണുവിനെ കൊണ്ട് പറ്റി. അടിച്ചൊതുക്കി മൂലയ്ക്ക് അക്ബറിനെ എറിഞ്ഞു. അക്ബർ രാവിലെ വന്ന് രേണുസുതിയെ പറഞ്ഞതിൻ്റെ ശൗര്യം ഒന്നും തിരിച്ച് ഇപ്പം ഇല്ല. കാരണം അമ്മാതിരി ലെവലിന് രേണുസുതി വീട്ടിനകത്ത് അത് ഭയങ്കര ഒരു കാർഡാക്കി മാറ്റി. ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്, ഞാൻ ഭർത്താവ് മരിച്ചു പോയ ഒരാളാണ്, ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരു എന്താ പറയുക ഒരു അമ്മയാണ്, അതായത് സിംഗിൾ മദറാണ്. സിംഗിൾ മദറിൻ്റെ അവസ്ഥ ഈ ലോകത്തുള്ള എല്ലാ വിധവകളെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇത് ടെലികാസ്റ്റും വന്നു. ഇതിനേക്കാൾ കൂടുതൽ എന്ത് വേണം അക്ബർ വീഴാൻ വേണ്ടി? അതുകൊണ്ട് അക്ബർ വീണു. കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു, അക്ബർ സോറി പറഞ്ഞില്ലേ അങ്ങനെയാണ്. സോറി പറയേണ്ടത് ക്യാമറ എടുത്തല്ല, ഈ പറയുന്ന രേണുസുതിയുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് തീരും. പക്ഷേ ഇതിനകത്ത് അക്ബർ വീണുപോയി, പെട്ടുപോയി. അക്ബർ ചില സമയം ഉണ്ടാക്കുന്ന വാദങ്ങൾ അത് തികച്ചും നമുക്ക് തോന്നുന്നു ഇതില്ലായിരുന്നെങ്കിൽ എന്ത് നല്ല ആളായിരുന്നേനെ, മര്യാദയ്ക്ക് പോയേനെയല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. പിന്നെ പ്രശ്നം നമ്പർ 2 അപ്പാനിയുടെ ഗ്രൂപ്പിസം. ഇന്നത്തെ ഡേയുടെ അവസാനം അനുമോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നീ അങ്ങനെ ചോദിക്കല്ലേ, ഇത് വേറെ രീതിയിൽ പുറത്തോട്ട് പോകുമെന്ന് അപ്പാനി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന അപ്പാനിയുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ പണി കിട്ടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം അപ്പാനിയുടെ കൂടെ ആര്യനുണ്ട്, അക്ബറുണ്ട്, പിന്നെ ഈ പറയുന്ന അഭിശ്രീ ഉണ്ട്. ഇവർ 3 പേരുടെയാണ് നിൽക്കുന്ന അപ്പാനിയുടെ കൂടെ. മുമ്പ് ഷാനവാസ് ഉണ്ടായിരുന്നു, അനുമോൾ ഇഷ്യൂവിന് ശേഷം ഷാനവാസും ഇല്ല. അപ്പോൾ ഇതിനകത്ത് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനി രാജാവാകും. അപ്പാനി രാജാവാകുമ്പോൾ ഈ കൂടെ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരാൻ പോകുന്നത് അക്ബർ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഏറ്റവും നെഗറ്റീവ് വരാൻ പോകുന്ന അഭിശ്രീക്കും ആര്യനോ. കാരണം ഇവർക്ക് പേഴ്സണലി അതിനകത്തൊരു ഒപ്പീനിയനും അവർ പറയണില്ല. അപ്പാനി എന്തെങ്കിലും പറയും, അത് പോയി അങ്ങ് തുപ്പും. ഇതാണ് ഇവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാറണം എന്നുള്ള സാധനം ഇന്ന് ഒണിയൽ സാബു വളരെ വ്യക്തമായിട്ട് എപ്പിസോഡിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ തന്നെയാണ് പറയുന്നത്, നീ അപ്പാനിയുടെ അഭിപ്രായമില്ല, നിന്റെ കളി കളിക്ക്, അപ്പാനിയുടെ കളി നീ കളിക്കരുതെന്ന് പറയാണ്. ഷാനവാസ് ഇന്നലെ വരെ നെഗറ്റീവ് മാനിപ്പുലേറ്റർ ആയിരുന്നെങ്കിൽ ഇന്ന് പോസിറ്റീവിലോട്ടാണ് ഷാനവാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അനീഷിനെ എടുത്തിട്ട് ഈ വീട്ടിൽ അലക്കുന്നുണ്ടെങ്കിൽ 2ാം സ്ഥാനത്ത് അലക്കുന്നത് അടുത്ത് ഷാനവാസിനെയാണ്. അത് അപ്പാനി അടിക്കൂടെ നിന്ന് ഇളക്കി വിടുന്നുകൊണ്ട് മുന്നിൽ നിന്ന് ഷാനവാസിനെതിരെ പോരാടുന്നത് അക്ബറാണ്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന പോലെ അപ്പാനിയാണ്. ഇത് ഗുണം ഷാനവാസിനെ ചെയ്യത്തുള്ളൂ. പക്ഷെ ഷാനവാസിൻ്റെ ഹെൽത്ത് ഭയങ്കര വീക്കാണ്. ഇന്ന് നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. 7 ഗുളികയാണ് ഒരു ടൈം ഷാനവാസ് കഴിക്കുന്നത്. ഒരാൾ 7 ഗുളിക കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന് റീസൺ? എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഷാനവാസ് പുറത്താകും എന്നുള്ള സാധനമാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താ ഷാനവാസെ ഓക്കെ അല്ലേ എന്നൊക്കെ സമാധാനമായിട്ടാണ് ചോദിക്കുന്നത്. ഈ ഗുളികയുടെ കേസും അപ്പോൾ ഷാനവാസ് എടുത്തിരുന്നുണ്ട്, ഞാൻ ഫുഡ് കഴിച്ചു, ഗുളിക കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇന്ന് നടന്ന മറ്റൊരു പ്രധാന വിഷയമാണ് അനീഷിൻ്റെ. ഇതൊന്ന് ഒതുങ്ങിയിട്ടുണ്ടെങ്കിലും കുറേ സാധനങ്ങൾ മെച്ചപ്പെട്ട് അനീഷ് വരുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അനീഷ് ഇന്ന് സംസാരിച്ചു. ഇന്നലെ വരെ വാ തുറക്കാതിരുന്ന ശൈത്യ ഇന്ന് അനീഷിൻ്റെ അടുത്ത് പൊട്ടിത്തെറിച്ചു. നിസ്സാരം ഒരു ടർക്കിയുടെ പേരിലാണ് പൊട്ടിത്തെറിച്ചത്. അനുമോളാണ് ഇന്ന് കൂടുതലായിട്ട് ഈ പറയുന്ന ആണുങ്ങളുടെ മടയെ കയറിപ്പോയി മട പൊടിച്ചു. മടയെല്ലാം നശിപ്പിച്ചിട്ടിട്ട് വന്നു. മീൻസ് ആണുങ്ങൾ ഇവിടെ ഗ്രൂപ്പിസം കളിക്കുകയാണെന്നൊരു സാധനം അനുമോൾ എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവന്നിടുകയും എല്ലാവരും കേൾക്കൊക്കെ പറയുകയും ചെയ്തു. അതിവിടെ നടക്കത്തുമില്ല. ഈ ടീമില്ലേ, കിച്ചൺ ടീം, ബാത്റൂം, ഫ്ലോറ്, വെസല്, ഈ 4 ടീം അടുത്ത ആഴ്ച വെയിറ്റിംഗ് ആണ്. കാരണം ഈ കിച്ചൺ ടീമിനകത്തുള്ള ബിന്നി നല്ല രീതിക്ക് ബിന്നി സംസാരിക്കും. പക്ഷേ ഈ ബിന്നി അടുക്കളയിൽ പെട്ടുപോയി. ബിന്നിക്ക് ഇതിനേക്കാൾ ഈ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പാസം ആഹാരം വെക്കുന്നതിലായിപ്പോയി. അപ്പം ആഹാരം വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കുകളൊന്നും പറയാൻ നേരമില്ല. ഇതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ ഈ അടുക്കള ടീമിൽ നിന്ന് മാറി ഈ ഫ്ലോറിലോട്ടോ അല്ലെങ്കിൽ ഈ ടോയ്ലറ്റിലോട്ടോ വന്നു കഴിഞ്ഞാൽ ഫ്ലോറിലും ടോയ്ലറ്റിലും അധിക നേരം അവർ പണിയെടുക്കത്തില്ല. ഷിഫ്റ്റ് ഇട്ട് പോലെ പണിയെടുക്കത്തുള്ളൂ. ഇവർക്ക് കുറേ കൂടി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ബിന്നി അവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ബിന്നിക്ക് ഭയങ്കര ഉപയോഗം ഉണ്ടാവും. പക്ഷേ ഇവർക്ക് ഇപ്പം കിച്ചൺ ടീമിൽ നിൽക്കുന്ന 4 പേർക്കല്ലാതെ വേറെ ആർക്കും കുക്കിങ്ങിൻ്റെ ABCD അറിഞ്ഞും കൂടാ. പിന്നെ ജിസേല് കുറേ കാര്യങ്ങളിൽ കയറി വരുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ അത്രയും ഒരു ആക്റ്റീവ് ജിസേലിൽ നമുക്ക് ആർക്കും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ
ബിഗ് ബോസ് സീസൺ 7 ഡേ 3 ഓഗസ്റ്റ് 6 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. മോർണിംഗ് സോങ് കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. ഈ പാട്ട് കേൾക്കുന്നതോടെ അനീഷ് ഈ പാട്ട് തുപ്പിക്കൊണ്ട് നടക്കുകയാണ്. വീട്ടുകാർക്ക് ഭയങ്കര വെറുപ്പീരാവുന്നുണ്ട്. സ്ഥിരം പല്ലവി അനീഷും അപ്പാനിയുമായിട്ടുള്ള വഴക്കുകൾ. പിന്നീട് നെവിൻ ഇതിനിടയ്ക്ക് കുറച്ച് നിന്ന് കളിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ആര്യൻ മോർണിംഗ് കുളിക്കാൻ പോകുന്ന സമയത്ത് ആര്യൻ്റെ കയ്യിൽ കെട്ടി വെച്ചിരിക്കുന്ന ബാൻഡ് നെവിൻ അടിച്ചു മാറ്റുന്നുണ്ട്. നേരെ കൊണ്ട് നെവിൻ അതൊരു ഫ്ലവർ വൈസിനകത്ത് ഇട്ട് മേക്കപ്പ് റൂമിൻ്റെ അവിടെ ഇരിക്കുന്ന ഫ്ലവർ വൈസിനകത്ത് കൊണ്ട് ഇടുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ് എൻ്റെ കയ്യിലാണ് ഇപ്പോൾ ബാൻഡ് ഉള്ളത്, അതുകൊണ്ട് എനിക്ക് എൻ്റെ തുണി മുഴുവൻ കിട്ടിയേ പറ്റുള്ളൂ. നെവിൻ ഈസ് സച്ച് എ ലൈക്ക് എ ഫൺ ഫാക്ടർ. നെവിനൊക്കെ ഔട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ ഒരു പുല്ലും കിട്ടത്തില്ല. കാരണം നെവിനാണ് അതിനകത്ത് ആട്ടും തുപ്പും പിന്നെ കുറേ കോമഡികളും ഒക്കെ അതിനകത്തുനിന്ന് പറയുന്നതൊക്കെ നെവിനാണ്. അപ്പോൾ ആ സാധനം നമുക്ക് കട്ടായി പോകും നെവിനൊക്കെ പോയി കഴിഞ്ഞാൽ. കാരണം അതും ഒരു ബിഗ് ബോസിൻ്റെ ഒരു പാർട്ടാണ്. അപ്പം നെവിൻ എന്ത് ചെയ്യുന്നു, ഈ സാധനം കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ബിഗ് ബോസോട് എൻ്റെ തുണി എനിക്ക് താ, ഞാൻ അത് ഏത് നിങ്ങൾക്കുള്ള കൊണ്ടു തന്നെ, ഞാൻ ഫാഷൻ കൊറിയോഗ്രാഫറാണ്, എനിക്ക് ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുവാണ്. പിന്നീടാണ് ഈ പറയുന്നത് പോലെയുള്ള അപ്പാനിയുടെ അടുത്ത് പോയി നിന്നിട്ട്, നിങ്ങൾ ഇവിടുത്തെ പാഷാണത്തി കൃമിയാണ് അപ്പാനി, നിങ്ങളിവിടെ പാഷാണത്തി കൃമിയാണ്, നിങ്ങളാണ് ഇവിടെ ഓരോന്ന് തിരിക്കി ഇളക്കി വിടുന്നത്. ഇന്നലെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് നിർത്തിവെപ്പിക്കാമായിരുന്നു, പക്ഷെ നിങ്ങളത് കേട്ടിട്ടില്ല. മനസ്സിലായില്ലേ എന്ന് പറയണം. മീൻസ് ഇത് ശരി തന്നെയാണ്. അനുമോൾ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നതും ഉണ്ടാവാത്തതും രണ്ടാമത്തെ കേസ്. പക്ഷേ ഇതിൻ്റെയൊക്കെ രാജാവ്, പട നയിക്കുന്ന പടനായകൻ അപ്പാനിയാണ്. കുറേ പട്ടാള അടിമകളും ഉണ്ട്. പിന്നെ ഇത് അപ്പാനിക്ക് ഗുണമേ ചെയ്യുള്ളൂ. ഗ്രൂപ്പിസം ഈസ് ലൈക്ക്, അത് ഒരാൾക്ക് ഗുണം ചെയ്യും, അത് അതിൻ്റെ തലവന് മാത്രം ഗുണം ചെയ്യും. ഈ കൂടെ നിൽക്കുന്നവർ അവസാനം വേറെ ലെവലുമായിപ്പോവും. പിന്നീടാണ് നമ്മുടെ മോർണിംഗ് ടാസ്കിനകത്ത് നടക്കുന്ന വിഷയങ്ങൾ. മോർണിംഗ് ടാസ്കിൽ ഓമന പേര് പറയുന്നു. എല്ലാവരും കൂടെ ചേർന്ന് അനീഷിനിട്ട് വാരി പൂശി ചൊറിയനെന്നും മറ്റൊന്നും മറിച്ചെന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് രേണുസുതിയെ അക്ബർ ഖാൻ ഇതിനകത്ത് ഈ പറയുന്ന പോലെ, എനിക്ക് രേണുസുതിയെ എന്തെന്ന് വിളിക്കാനാണ്, സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഷീസ് എ വേസ്റ്റ്. ഞാൻ പറയട്ടെ, രേണുസുതി പുറത്ത് കുറേ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടാകും. അവരുടെ പേഴ്സണൽ ലൈഫിൽ വാട്ടോ മേ ബി ഓർ എന്തോ ആയിക്കോട്ടെ, അതെല്ലാം അവരുടെ, അത് എനിക്ക് തോന്നുന്നു അക്ബർ ഖാൻ പറഞ്ഞപ്പം ഈ സാധനം കൂടെ കണക്ട് ചെയ്ത് വെച്ചാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. രേണുസുതി ഈസ് ലൈക്ക് എ സെപ്റ്റി ടാങ്ക്. അത്ര എന്താ, തീട്ടക്കുഴി പോകുന്ന ഒരു ടാങ്കാണ് സെപ്റ്റി ടാങ്ക്, നമുക്കറിയാമല്ലോ. അപ്പം അത്ര ഇതായിട്ട് രേണുസുതി ഇടിച്ചു താത്തി. 3 ദിവസമേ ആയുള്ളൂ രേണുസുതി ഒരു വഴക്കുണ്ടാക്കിയതല്ലാതെ വേറെ എന്ത വിഷയവും രേണുസുതി ഉണ്ടാക്കിയിട്ടേ ഇല്ല. അപ്പം ആ സംഭവം വെച്ച് അക്ബർ ഒരു 10-20 ദിവസം കഴിഞ്ഞാണ് പറഞ്ഞെങ്കിൽ ഇത് ഏക്കൂലായിരുന്നടാ, അത് ഏക്കൂലായിരുന്നു മക്കളെ, അതാണ് പ്രശ്നം. മനസ്സിലായോ? പിന്നെ ഇതിനകത്ത് ഈ സാധനം രേണുസുതിക്ക് നല്ല ഹേർട്ട് ആവുന്നുണ്ട്. ഈ ഹേർട്ട് ആവുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വുമൺ കാർഡുകളെ മിക്സ് ചെയ്ത് കലക്കി രേണുസുതി എല്ലായിടത്തും തുപ്പുന്നുണ്ട്. എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു, തീട്ടക്കുഴി പോകുന്ന ആളാണോ ഞാൻ, തീട്ടക്കുഴി വരുന്ന സെപ്റ്റി ടാങ്ക് ആണോ ഞാൻ, അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത്, എന്തെല്ലാം എന്നെ വിളിക്കുന്നു സോഷ്യൽ മീഡിയ, പല്ലി എന്ന് വിളിക്കുന്നു, പാറ്റയെ പോലെ ഇരിക്കുന്നവളെ എന്ന് വിളിക്കുന്നു, എല്ലാം ഞാൻ സഹിക്കും, ഇതിന് മേളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് എനിക്ക് ഹേർട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതി ഭയങ്കരമായി ലൈവിൽ കിടന്ന് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ എപ്പിസോഡ് ചെറിയ രീതിക്ക് ഉണ്ട്. ഇതാണ് മെയിൻ എപ്പിസോഡിനകത്ത് നടക്കുന്നത്. പിന്നെ അതിനുശേഷമാണ് ഷാനവാസും ഈ പറഞ്ഞതുപോലെ നമ്മുടെ അക്ബറുമായിട്ടുള്ളൊരു വഴക്ക്. ഇതിനകത്ത് അക്ബർ ഷാനവാസിന് നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലായ സാധനം, ഈ ഷാനവാസിന് ഗെയിം കളിക്കാൻ അറിയാമെങ്കിലും അയാളെ കൊണ്ട് പറ്റുന്നില്ല. മീൻസ് ഭയങ്കര ഇന്നസെൻ്റ് ആണ്. ഇന്നസെൻ്റ് ആയവരെ കൊണ്ട് എങ്ങനെ ഗെയിം കളിക്കാൻ പറ്റും? അക്ബർ എന്തെങ്കിലും പറയും, ഞാൻ അങ്ങനെ അല്ലടാ, നീ കണ്ടോടാ, കാത്തിരുന്ന കുറേ സാധനങ്ങൾ ചെയ്യും. ഇവർക്ക് എല്ലാവർക്കും, ഈ വീട്ടിലുള്ള എല്ലാവർക്കും അനീഷിനെ എടുത്ത് ഉടുക്കാനേ അറിയാം, വേറെ ആരെയും എടുത്തിട്ട് ഒറ്റയ്ക്ക് ഉടുക്കാൻ അറിയത്തില്ല. അപ്പാനി കിടന്ന് കുറേ ചാടും, അവിശ്രീ കിടന്ന് കുറേ ആക്കും. അക്ബർ ഇങ്ങനെ, അക്ബറിൻ്റെ അടുത്ത് ചില സാധനമുള്ള മീൻസ് നമ്മൾ എക്സ്പ്ലനേഷൻ ചോദിക്കും, അക്ബർ പറയും അത് വിട്, ഇത് വിട്, പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് അതങ്ങ് മാറ്റിക്കളയും. ഇവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു വഴക്കിനകത്ത് പോസിറ്റീവ് ആവാമോന്ന് ഷാനവാസിനേ ഉള്ളൂ. കാരണം ഇത് കാണുന്ന മലയാളി ഓഡിയൻസ് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ, അതാണ് വിഷയം. അവിടെയും അക്ബറിന് വീണ്ടും ഒരു നെഗറ്റീവ് കൊണ്ട്, കാരണം ചുമ്മാ ഇരുന്ന് പോയ അയാളെ വിളിച്ചിട്ട് കുങ്കുമപ്പൂവല്ല ഇത് സീത സീരിയലല്ല, ഈ പറയേണ്ട കാര്യം അത് ഭയങ്കര നെഗറ്റീവ് ആക്കുക സാധനം. കാരണം ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് എടുത്തിട്ട്
നീ അതിനകത്തെ ക്യാരക്ടർ അല്ല, നീ അങ്ങനെ നിൽക്കരുതെന്ന് പറയാൻ ഒരു റൈറ്റ്സും ഇല്ല അങ്ങനെ പറയാൻ. ഷാനവാസ് ആ സമയം തിരിച്ച് നീ പാട്ട് പാടുന്ന സാധനം ഇവിടെ ഇറക്കല്ലേ, പാട്ടുകാരനല്ല ഇത്, അക്ബറായിട്ട് നില്ല്, പാട്ടുകാരനായിട്ട് നിൽക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര ഹേർട്ടാവും, അതെന്തോരം ചർച്ചയാവും. ഷാനവാസ് നൈസി ഞാൻ ആലോചിച്ചു, ഇത് പറയുമ്പോഴത്തേക്കും അടുത്ത അപ്പാനി ഇരിപ്പുണ്ട്. അപ്പാനി ഒരു ആക്ടറാണ്, അയാൾക്ക് നിലപാടില്ലേ? ഈ പറയുന്ന കുങ്കുമപ്പൂവിലെ രുദ്രനല്ല നീ എന്ന് പറയുമ്പോൾ അപ്പാനിക്ക് ചോദിക്കണ്ടേ, ആ പറഞ്ഞത് തെറ്റ്, കാരണം ഞാനും ഒരു ആക്ടറാണ്, അപ്പൊ എന്നെയും നീ അപ്പാനിയല്ലേ, നീ അങ്കമാല ഡയറീസിലെ ഇന്ന ആളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം സാധനം തന്നെയാണ് ഇപ്പൊ നീ പറഞ്ഞതും. അപ്പൊ അത് അപ്പാനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു, അത് അപ്പാനി കേട്ടില്ല, അപ്പാനി മിണ്ടാതെ ഇരുന്നു. ഇതാണ് വിഷയം. ആ നമ്മൾ പുറത്ത് നടക്കുന്ന വിഷയമായിട്ടാണല്ലോ ഇപ്പൊ കണക്ട് ചെയ്ത് പറയാം. അതിന് എന്ത് ആവശ്യമുള്ളത്? എന്തെല്ലാം കാര്യം ഇതിനകത്തെടുത്ത് പറയാൻ, നീ ചുമ്മാ ഇരിക്കുന്നോ അല്ലെങ്കിൽ ചുമ്മാ പോകുന്നോ വരുന്നു എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കായിരുന്നു. അങ്ങനെ ഒന്നും നടന്നില്ല. ഇതും മറ്റൊരു സാധനമാണ്. ഇതും ഈ പറയുന്ന പോലെ അക്ബറിന് നെഗറ്റീവ് ഉണ്ടാക്കാനേ ഹെൽപ്പ് ചെയ്തുള്ളൂ. ഇന്നത്തെ നല്ല നെഗറ്റീവാണ്. രേണുസുധിക്കുന്ന ലക്ഷക്കണക്കിന് വോട്ട് വീഴും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ട്, രേണുസുധിയും ഈ പറഞ്ഞ അക്ബറുമായിട്ടുള്ള വിഷയത്തിൽ നിങ്ങൾ ആരോടൊപ്പം ആണെന്നുള്ളത്. ഓക്കെ, ദെൻ പിന്നീടാണ് രേണുസുധി ഈ പറഞ്ഞ കണക്ക് എല്ലാവരോടും ഈ സംഭവം പറഞ്ഞു നടക്കുകയും അക്ബറിന്റെ ചെവിയിൽ ഈ സാധനം എത്തുകയും ചെയ്യുന്ന, ഇങ്ങനെ ഒരു സാധനം കറങ്ങി നടക്കുകയാണ്, എനിക്കുള്ള പണി എവിടെ നിന്നോ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ പോയിട്ട് ക്യാമറ നോക്കി എനിക്ക് മാപ്പ് തരണം, ഞാൻ രേണുവിനോട് മാപ്പ് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ക്യാമറ എടുത്ത് പറയുകയാണ്. രേണുവിൻ്റെ അടുത്തൊന്നും പറയുന്നില്ല. ഈ സാധനം തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് വീക്കിലി ടാസ്ക് വരുന്നത്. ഒരു ഗുണവും ഇല്ലാത്തൊരു വീക്കിലി ടാസ്ക്കാണ്. ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടെങ്കിലും വീക്കിലി ടാസ്ക് മീൻസ് വീക്കിലി ഹൈലൈറ്റ് ആയി നിൽക്കേണ്ട സാധനമാണ്. ഇത് ഒരു ഹൈലൈറ്റും ആവൂല, കാരണം ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ടാസ്ക് കളിക്കുന്നു, ബാക്കി അതിൻ്റെ ഡിസ്കഷൻസ്, അതിൻ്റെ പോയിന്റ്സ്. ഞാൻ ആ ടാസ്കിനെ കുറിച്ചൊന്നും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഗോൾഡ്, ബ്ലാക്ക്, റെഡ് 3 കോയിൻസ് ഉണ്ട്. ഗാർഡൻ ഏരിയയിൽ ഒരു ബോക്സിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ബസ്സിലടിക്കുമ്പോൾ എല്ലാവരുടെ പോയി എടുക്കുക. ബ്ലാക്ക് കിട്ടുകയാണെങ്കിൽ പണിയാണ്, ഗോൾഡ് ആണെങ്കിൽ പവറാണ്, റെഡ് ആണെങ്കിൽ എണ്ണത്തിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും അപ്കമിങ്ങിൽ. അപ്പൊ ഈ സാധനം എല്ലാവരും കൂടി ആദ്യം എടുക്കാൻ പോകുന്നു. കുറെ പേരൊക്കെ ആദ്യം ഔട്ട് ആവുന്നു. ഈ കയ്യിലില്ലാത്തവരൊക്കെ തന്നെ ഔട്ട് ആവുന്നു. അവർക്ക് ഒരു ചാൻസ് കൂടെ കിട്ടുന്നു. വീണ്ടും കയ്യിലില്ലാത്തവർ ഔട്ടായിട്ട് ബാക്കി കുറച്ച് പേര് മാത്രം, അനീഷ്, അഭിശ്രീ, ഷാനവാസ്, അക്ബർ, ആര്യൻ, റെന, ജിസേല്, ബിൻസി, ഇവർ ഇത്രയും മാത്രമാണ് ഇത് ഈ ടാസ്കിൽ ബാക്കിയാവുന്നത്. ഈ ടാസ്കിൽ തോറ്റവരെയൊക്കെ തന്ത്രപൂർവ്വമായിട്ട് ജയിൽ നോമിനേഷനിൽ ഇടും, അല്ലെങ്കിൽ ജയിൽ നോമിനേഷൻ അവരിൽ നിന്ന് മാത്രമേ ചെയ്യാവൂന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഇതിനകത്ത് എൻ്റെ മക്കളെ അതിനകത്തുള്ള സാധനം ട്വിസ്റ്റ് കുറച്ച് വെച്ചിട്ടുണ്ട്. വീക്കിലി ടാസ്കിനെ കുറിച്ച് പറയണമെങ്കിൽ പരമമോശം. സത്യം, ഇതാണ് ഒരു വീക്കിലി ടാസ്ക്. 2 ദിവസം നിറയെ മീൻസ് ഒരു 10 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 മണി 5 മണി വരെ കണ്ടിന്യൂസ് ആയി നിൽക്കേണ്ട വീക്കിലി ടാസ്ക്. ചൊവ്വയും ബുധനും നമുക്കറിയാന്നുള്ളതാണ്. ചില ദിവസങ്ങളിൽ വ്യാഴം വരെ പോകും. അപ്പോഴത്തേക്കും ഇത് കൊണ്ട് കാണിച്ചു വെച്ചിരിക്കുന്ന നോക്കുക ഒരു 10 സെക്കൻഡ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനകത്ത് നടക്കുന്ന ട്വിസ്റ്റുകളും അതിനകത്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളും എനിക്ക് പ്യൂർലി ഒരു സ്ക്രിപ്റ്റ് വൈസിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്ന് തോന്നിപ്പോയി. കാരണം ഓരോരുത്തർ വരുമ്പോഴത്തേക്കും ഓരോ നിയമങ്ങൾ, ഞാൻ പറയട്ടെ, ഈ നിയമങ്ങളൊക്കെ ആദ്യമേ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ വിഷയമില്ലായിരുന്നു. അതല്ല പ്രശ്നം. ഓരോരുത്തർ ജയിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തർ പരാജയപ്പെടുമ്പോൾ ഓരോ നഷ്ടപ്പെടുമ്പോൾ അപ്പോൾ ഓരോ റൂൾ ഇറക്കും. അപ്പോഴൊരു റൂൾ ഇറക്കും. ഇത് എത്രയൊക്കെ സ്ക്രിപ്റ്റഡ് ഷോ അല്ല എന്ന് പറഞ്ഞാൽ ഈ ഷോയ്ക്ക് ഒരു ഔട്ട്ലൈൻ ഉണ്ട്. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലായത്. ഈ ടാസ്കിനകത്ത് ഗോൾഡ് കോയിൻ കിട്ടുന്ന അക്ബറിന് അടുത്ത ആഴ്ച ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ പവർ ബിഗ് ബോസ് കൊടുത്തിട്ട്, നോമിനേഷൻ ഇതിൻ്റെ ഈ പവർ കിട്ടണമെങ്കിൽ ഒരു ഗോൾഡ് കോയിനും കൂടെ നിന്റെ ഒരു ബിനാമി എടുക്കും. എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല അത് എന്തിനാണ് ആ സാധനം കൊടുത്തതെന്ന്. അത് ആര്യനെയാണ് ഏൽപ്പിക്കുന്നത്. ആര്യം പോയിട്ട് പറ്റാത്തതുകൊണ്ട് ഇവരെ നേരെ വിളിച്ച് 2-ൽ ഒരാൾ നോമിനേറ്റഡ് ആവണമെന്ന് പറയുന്നു. ആരും സമ്മതിക്കുന്നില്ല, ഞാൻ ഈ ആഴ്ച നോമിനേറ്റഡ് ആണ് എന്നാൽ അക്ബർ പറയുന്നുമില്ല, എനിക്ക് വേണ്ടിയാണ് നീ പോയത്, ഞാൻ ആയിക്കോളാന്ന്. അവസാനം ബിഗ് ബോസ് പറഞ്ഞു ഞാൻ വാതിൽ തുറക്കത്തില്ല, എല്ലാ സീസണിലും നടക്കും പോലെയൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരാൾ നോമിനേറ്റഡ് ആവുകയാണ്. അക്ബർ അടുത്ത ആഴ്ചത്തേക്ക് ഡയറക്റ്റ്ലി നോമിനേറ്റഡ് ആവുന്നു. വിഷയങ്ങൾ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല, ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. രാത്രി അനുമോൾ പോയി വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അപ്പാനിയെ നിങ്ങളിവിടെ ഗ്രൂപ്പ് കളിക്കുകയാണ് എന്നൊരു സാധനം പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ശിക്ഷകളുണ്ട്. ബ്ലാക്ക് കോയിൻ എടുത്ത അനീഷിന്, അതുപോലെ അഭിശ്രീ, റെന, ഇവർക്കാണ് ആദ്യം ശിക്ഷ വരുന്നത്. കണ്ണ് കെട്ടണം, വാ കെട്ടണം, അതുപോലെ തന്നെ ഉരുട്ടിക്കൊണ്ട് പോകണം ചാണക വണ്ടിയിൽ. ആ സാധനം നന്നായിട്ട് ഫസ്റ്റ് റൗണ്ട് പോകുന്നു. പിന്നെ ലൈവൊക്കെ അത് കണ്ടിരിക്കാൻ യമണ്ടം ബോറാണ്. സെക്കൻഡ് റൗണ്ടിൽ വീണ്ടും ബ്ലാക്ക് അനീഷിന് 2 കിട്ടും. അനീഷ് അതിൽ നിന്ന് 1 എടുത്ത് ആര്യന് കൊടുക്കുന്നു. അപ്പോൾ ആര്യനും കൂടെ പണി വാങ്ങിക്കേണ്ട അവസ്ഥയായി. ആര്യൻ, അനീഷ്, ഷാനവാസ്, അക്ബർ, മൊത്തം അതിനകത്തൊരു ആനയുടെ ഒരു സംഭവങ്ങളൂടെ വരുന്നുണ്ട്. എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ട് നിങ്ങൾ വരാം റിവ്യൂ കാണാൻ.
അപ്പോൾ അതിനകത്തും എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ ഫൈൻ, പക്ഷെ ശിക്ഷയാ ഇത് എന്തോന്നിത്, അത് മാത്രം ലൈവിലി ഉരുട്ടിക്കൊണ്ടു പോകണമെന്നല്ലാതെ ഒന്നും കണ്ടന്റായി നമുക്ക് എടുക്കാനില്ല. സീസൺ ഇപ്പൊ 3 ദിവസം കണ്ടിട്ട് ഭയങ്കര ഡള്ളാണ്. അടി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയുണ്ട്, വഴക്കുണ്ട്, ഒരേ സമയം തന്നെ 2-3 അടികൾ നടക്കുന്നുണ്ട്. ലൈവിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല പല സാധനങ്ങളും. എപ്പിസോഡ് വരുമ്പോഴാണ് കുറെ സാധനം വ്യക്തമാവുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ എപ്പിസോഡിൽ വ്യക്തമാവാത്ത പല പല സാധനങ്ങൾ വേറെയും ഉണ്ട് ലൈവിലുള്ളത്. മൾട്ടി ക്യാമറ ആക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം, കാരണം നമുക്ക് ഒന്നും മനസ്സിലാവൂല ലൈവില്. പണ്ടൊക്കെ പറയുമായിരുന്നേ എപ്പിസോഡ് മാത്രം നിങ്ങൾ കാണല്ലേ, ലൈവ് നിങ്ങൾ കാണണേ. ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത്. ഈ ലൈവിന് മുകളിൽ എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ഒറിജിനൽ കിട്ടുമെങ്കിൽ അത് കാണണം. കാരണം ലൈവിലും ഒന്നുമില്ല, ഭയങ്കര കട്ടാണ്. വീണ്ടും 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 ഇത്, കാരണം നമ്മൾ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കും. ഇപ്പൊ പ്രൊമോ കാണിക്കും. ഇപ്പൊ രാവിലെ ഒരു പ്രൊമോ വന്നു, ഇപ്പൊ രേണുസുതി അക്ബറോട് വഴക്കാവുന്ന ഒരു പ്രൊമോ ആണെന്ന് വിചാരിച്ചോ, നമ്മളിങ്ങനെ അത് കണ്ടോണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, അവര് അപ്പുറത്ത് കിടന്നായിരിക്കും വഴക്ക് കൂടുന്നത്, വേറെ എങ്കിലും സീനായിരിക്കും കാണിക്കുന്നത്. നേരെ കൊണ്ട് ഈ ക്യാമറയിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് അങ്ങോട്ട് അവർ വഴക്ക് കൂടി 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 ഈ ക്യാമറയിൽ വരുന്നത് നമ്മളിങ്ങനെ കാണും. അപ്പോൾ നമ്മൾ ഇവരെന്തിനു വഴക്ക് കൂടി എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് എപ്പിസോഡിലുണ്ടോ ഇല്ല, ലൈവിലുണ്ടോ ഇല്ല, ഒരു വഴക്ക് കൂടിയോ എന്തോ ഒരു കാര്യത്തിന് വഴക്ക് കൂടി, ഇതേ നമുക്ക് അറിയാവൂ ഈ സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇത്തവണ ഒപ്പീനിയൻ പറയാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുവാണ്. രാത്രിയിൽ പതിവ് പോലത്തെ ഡിസ്കഷൻസ്, ഷാനവാസ്, ഷൈത്യ, ബിൻസി, ജിസേൽ ഇവർ പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും ഒരാളെ പൊക്കി മാറ്റണം എന്നൊരു തോട്ടിൽ നിൽക്കുവാണ്. ആര്? അക്ബറും രാത്രി അപ്പാനിപ്പടയും. അക്ബർ, അപ്പാനി, ആദിലാനോറ, സരിക, ഷാരിക എല്ലാവരും നിൽക്കുകയാണ്. ഈ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അക്ബർ പറഞ്ഞ മറ്റേ കക്കൂസ് വിഷയത്തിൽ അക്ബറിന് ഓപ്പോസിറ്റാണ്, അത് വേറെ കാര്യം. പക്ഷെ രാത്രി ഇവരിൽ ഒരാളെ 4 പേരിൽ ഒരാളെ പുറത്താക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ കൂടി വന്നിട്ട് നമ്മുടെ ഈ പറയുന്ന ആര്യൻ്റെ കോയിൻ രാത്രി കാണാനില്ല. ടാസ്ക് ചെയ്യുന്നതിന് മുന്നേ ബ്ലാക്ക് കോയിൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ടാസ്ക് ചെയ്യാൻ സമയത്ത് അക്ബറിൻ്റെ കയ്യിലുള്ള കോയിൻസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി നെവിനെ ഏൽപ്പിക്കുന്നുണ്ട്. നെവിൻ അതിനകത്ത് 102 ഗോൾഡ് കോയിൻ അടിച്ച് മാറ്റുന്നുണ്ട്. അക്ബർ പിന്നീട് ചോദിക്കുമ്പം ഗോൾഡ് നിനക്ക് തരണമെങ്കിൽ ഞാൻ തരാം, പക്ഷെ നീ എനിക്ക് 2 റെഡ് തരണമെന്ന് പറഞ്ഞ് റെഡ് വാങ്ങിച്ച് റെഡ് കൊണ്ടുപോയി ആര്യന് കൊടുത്ത് ആര്യൻ വിശ്വസിച്ചിരിക്കുകയാണ്. നീ എനിക്ക് ഇത്രയും ചെയ്തോടാ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുക. പക്ഷെ ആര്യൻ്റെ ഈ പറയുന്ന ബാൻഡ് അടിച്ചുകൊണ്ട് പോയത് നെവിനാണെന്നുള്ള കാര്യം അറിയില്ല. നെവിനും കൂടെ എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിക്ക് തപ്പുക. അപ്പോൾ നെവിൻ എനിക്ക് ഇതിനകത്തൊരു ഭയങ്കര ഫൺ എലമെൻ്റ് ആണ്. നമുക്ക് ചിരിക്കാൻ കുറേ കോമഡീസ് കിട്ടുന്നുണ്ടെങ്കിലും ഇതിനിടയിൽ കൂടെ ഗെയിം കളിക്കുന്നുണ്ട്. അടിയിലുള്ള വേലയാണ്, പക്ഷെ പുള്ളി പിടിച്ച് നിൽക്കൂല അധികം. മീൻസ് എങ്ങനെ പിടിച്ച് നിൽക്കൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരൊരു 10 തവണ ചോദിക്കുമ്പോഴത്തേക്ക് നെവിൻ ആടാ ഞാൻ എടുത്തത് എന്നുള്ള ലെവലിലോട്ട് പോകും. പക്ഷെ പുള്ളിയുടെ ആ ഒരു സ്റ്റാൻഡ് നല്ല രസമുണ്ട്, നമുക്ക് ലൈവ് കണ്ടിരിക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ വരുന്ന പുള്ളിയുടെ ഒരു ഇതാണ്. പിന്നീട് രാത്രി ഒനിയലും ആര്യനും കൂടി എന്ത് ചെയ്യുന്നു, സംസാരിക്കുകയാണ്. ഒനിയൽ പറയണത് നീ നിന്റെ ഗെയിം കളിക്ക്, അപ്പാനിയുടെ ഗെയിം കളിക്കാതെ നീ നിന്റെ ഗെയിം കളിക്കും, നിന്റെ ഔട്ട്കം നീ പുറത്ത് കൊണ്ടുപോവാ. ഒനിയൽ അങ്ങനെ വായും തുറന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മുടെ നൈറ്റിലുള്ള ഡിസ്കഷൻസ് ആണ്. 4 പേരിൽ ഒരാളെ പുറത്താക്കാൻ വേണ്ടി 4 മണി വരെയും ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷാനവാസ് പുറത്തു പോയി മാറിയിരിക്കുന്നു. അനീഷ് വന്ന് ഷാനവാസേ നിന്നെ അനങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്ന് അനീഷിൻ്റെ കണ്ടന്റുകൾക്ക് ഒരു കുറവുണ്ടായിരുന്നു, കാരണം അനീഷിന് വയ്യ, വഴക്കിട്ട് ആകെ അടപ്പളവി, അനീഷിന് വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന സംഭവം. രാവിലെ ഇവർ ഷൈത്യ എഴുന്നേൽപ്പിക്കാൻ വരുന്നുണ്ട്, ബിൻസി എഴുന്നേൽപ്പിക്കാൻ ഇടയ്ക്ക് വരുന്നുണ്ട്, ഇതിനിടയിൽ കൂടി ജിസേലിനെ എഴുന്നേൽപ്പിക്കാൻ വരുന്നുണ്ട്. ഷാനവാസ് ആ ഏരിയയിലേ ഇല്ല, മാറി വേറെ എവിടെയോ പോയി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നടക്കുന്നില്ല. ഇനിയിപ്പോൾ പ്രൊമോയിൽ കാണിച്ചത് നമുക്ക് എന്താണെന്ന് കണ്ടറിയാം. എന്തായാലും അങ്ങനെ ഒരു വിഷയം ശൈത്യ ഔട്ടായതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത്രയാണ് എപ്പിസോഡിനകത്തും പ്ലസിനകത്തും ഉള്ള ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ. എനിക്ക് അതിനോട് പറയാനുള്ള ഒപ്പീനിയൻ ഇതാണ്. രേണുസുതിയാണ് ഇന്ന് മൊത്തത്തിൽ എപ്പിസോഡ് അടിച്ചുകൊണ്ട് പോയത്. കാരണം അക്ബറിൻ്റെ വായിൽ നിന്ന് വീണതും രേണുസുതിയുടെ ഭാഗത്തതിൽ ന്യായവും ഉണ്ട്, പക്ഷേ രേണുസുതി കുറച്ച് വുമൺ കാർഡും കൂടെ കലക്കി അതിനെ വശത്താക്കി സുഖമായിട്ട് യൂസ് ചെയ്തു. അത് രേണുസുതിയുടെ ബുദ്ധി. അക്ബർ വീണ് പോയി. എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിനി നാളെ നോക്കാം. നാളത്തെ എപ്പിസോഡിൻ്റെ അപ്ഡേറ്റുകളും ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സും റിവ്യൂസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നാളെ കാണാം. ബൈ.